ഹലോ ഗൈസ്, ഇന്നിപ്പോ എല്ലാവരും ഇലക്ഷൻ ഒക്കെ വോട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ലഡു ഉണ്ടാക്കിയാലോ? സാധാ ഈ ലഡുവിന്റെ ആവശ്യം കൂടുതൽ വരുന്നത് റിസൾട്ടിന്റെ അന്നാണ്. നമുക്ക് കുറച്ച് നേരത്തെ ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഈ ഒരു ലഡു ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കടലമാവ് വേണം, പിന്നെ പഞ്ചസാര വേണം, നെയ്യ് വേണം. തൽക്കാലം ഇപ്പം മെയിൻ ആയിട്ട് ഇത്രയും സാധനമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കടലമാവൊക്കെ പൊട്ടിച്ചിടാം. ഇനി നമുക്ക് ഈ ഒരു കടലമാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കുതിർത്ത് വരാനായിട്ടുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ കൈയൊക്കെ കഴുകുന്നത് നല്ലതാണ്. ഈ ഒരു പരുവം ആവുന്നിടം വരെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു സാധനം നമുക്ക് ആവി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ആവി വെച്ച് വേവിക്കാനായിട്ട് നമ്മളൊരു ഇഡലിപ്പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം എടുക്കുമ്പം ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ ആരും മറക്കരുത്. കുറച്ച് വെള്ളം മതിയായിരിക്കുമല്ലോ. നമുക്ക് നമ്മുടെ കടലമാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ കടലമാവ് കണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ ആയിരുന്നെങ്കിൽ അത് തുളുമ്പി പോയേനെ. ഇതിപ്പോ ഏകദേശം വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. ഇതിൽ വെക്കുമ്പോൾ മിക്കവാറും കൈപൊള്ളും. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 10 മിനിറ്റ് ഇത് അടച്ച് നമുക്ക് വെക്കാം. നമ്മൾ ആ ഒരു സാധനം ആവി കയറ്റാനായിട്ട് അവിടെ വെച്ചു, അതൊക്കെ സെറ്റാണ്. പക്ഷേ ആ ഒരു പാത്രത്തിൽ നെയ്യ് തേക്കാൻ വിട്ടുപോയി. അത് വലിയ കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ? ഏതായാലും നോക്കാം. കരിഞ്ഞൊന്നും പോത്തില്ലല്ലോ അല്ലേ? നമ്മൾ ഈ ഒരു സാധനം ആവി കയറ്റാൻ വെച്ചത് 1:15-നാണ്. അപ്പോൾ ഒരു 1:25, 26 ആകുമ്പോൾ നമുക്ക് എടുക്കണം. ഇപ്പൊ ഏകദേശം 1-2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പൊ ഈ ഒരു സാധനം ഏകദേശം സമയം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിടാം. നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ വരുന്നുണ്ട്. ഏതായാലും നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല മന്തിയുടെ മണമുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഒന്ന് തണുക്കണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ആവി വെച്ച് വേവിച്ചെടുത്ത സാധനം. ഇതിപ്പം ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഉണ്ടാക്കി വെച്ച സാധനം കൊള്ളാവെന്ന് നോക്കണമല്ലോ. വലിയ കുഴപ്പമില്ല, ബാക്കി ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇനി നമ്മൾ ഈ ഒരു സാധനം ഈ ഒരു മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് കിട്ടണം. പൊടി പാത്രത്തിൽ നെയ്യ് വെക്കാത്തതിന്റെ എല്ലാം ഇതിൽ കാണുന്നുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കടലമാവ് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. വെള്ളം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പൊ നമുക്ക് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇത് നമുക്കിനി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ലഡു ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കട്ടിയുണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, കാര്യമായിട്ട് പറയണം. ടേസ്റ്റ് ഉണ്ട്. പിന്നെ കട്ടി ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സാധനത്തിൽ നിങ്ങളാരും കാണാതെ ഞാൻ വേറൊരു സാധനം കൂടെ ചേർത്തായിരുന്നു, അരിപ്പൊടി. കാരണം ആ പഞ്ചസാരപ്പാനിയുടെ വെള്ളം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അരിപ്പൊടിയൊക്കെ കുറച്ച് അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് നമുക്കിത് ഉരുട്ടാനുള്ള പരുവായത്. ബാക്കിയെല്ലാം ആ വീഡിയോ കണ്ട പോലെ തന്നെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ ഒരു സാധനം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.